വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ വീണ്ടും കാണാമറയത്ത്. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ കടുവ കാപ്പിത്തോട്ടത്തിലേക്ക് വലിഞ്ഞു. പ്രദേശത്ത് തിരച്ചിൽ നടക്കുകയാണ്. ആടിനെ കടുവ ആക്രമിച്ചു കൊന്ന പ്രദേശത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. അപ്പോൾ ഒരു 2 മണിയോട് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. പുറത്തൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ഓട്ടോമാറ്റിക് ഇതായിട്ട് ആരെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസറുള്ള ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ രാത്രി 2:05 ആയപ്പോൾ കണ്ടോ ചെറിയൊരു ഒച്ചയും കേട്ടു, ആ ലൈറ്റും തെളിഞ്ഞു. അപ്പോൾ അമ്മ അതിൻ്റെ ബെഡ്റൂമിൽ അവരുടെ ഇതിൽ തന്നെ നടക്കണം. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആട് കാണാം, ആടിൻ്റെ കൂട് കാണാം. അപ്പം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നോക്കിയപ്പം അവിടെ 2 കാലും കുത്തിയിട്ട് അതിനെ കഴുത്തേ പിടിച്ചു. അത് ഉറങ്ങുമായിരുന്നു തള്ളയാട്. കുഞ്ഞുങ്ങൾ കരയണ കേട്ടോണ്ട് അപ്പോഴത്തേക്കും ഞങ്ങളും അപ്പുറത്തെ റൂമിൽ നിന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ആട് ചത്തിരുന്നു. അമ്മച്ചി കണ്ടു, അമ്മ കണ്ടിരുന്നു. അത് അന്നേരം തന്നെ ഒച്ച കേട്ടപ്പം പിടിവിട്ട് പോവുകയും ചെയ്തു. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് DFO അജിത് കെ രാമൻ. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തുകയും കടുവയുടെ സാന്നിധ്യം ഈ ഒരു സ്ഥലത്ത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അനുകൂല സാഹചര്യം വരികയാണെങ്കിൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയും അതുപോലെ തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസും സംഘവും ഇവിടെ നിലവിലുണ്ട്. അനുകൂല സാഹചര്യം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് തുറസായ സ്ഥലത്ത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു പ്രൊസീജിയറിലേക്ക് ഇന്ന് കടക്കുന്നതാണ്. അതായത് ഈ പറയുന്ന ഈ പ്രദേശത്ത് കഴിവതും ഡിസ്റ്റർബൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ കടുവ ഈ പ്രദേശം വിട്ടുപോവാതെ ഡോക്ടർമാർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഇത് മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ നേരത്തെ കടുവയുടെ സാന്നിധ്യം അത് കൃത്യമായി സ്ഥിരീകരിച്ചു എന്ന് വനംവകുപ്പ് അറിയിച്ചതാണ്. ഇപ്പോൾ കടുവ ആ പ്രദേശത്ത് നിന്ന് മാറിയെന്നാണോ, എന്താണ് വനംവകുപ്പ് നൽകുന്ന പുതിയ വിവരം സുർജിത്ത്? കാപ്പിത്തോട്ടത്തിലായിരുന്നു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നത്. അത് ഇതിന്റെ തെർമൽ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായ രീതിയിൽ തന്നെ കണ്ടു. പക്ഷേ കടുവ കാണാമറയത്തേക്ക് മാറിയിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ തെരച്ചിൽ നടത്തുന്ന മേഖലയിൽ നിന്ന് മാറിയിരിക്കുന്നു. കാരണം കടുവ കാണാമറയത്തേക്ക് മറഞ്ഞിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. വേഗം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്, അവരിലേക്ക് പോകാം. എന്താണ് നിങ്ങളുടെ പറയാനുള്ളത്? ജനങ്ങളുടെ ആശങ്ക വളരെ വലുതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കൂട്ടിൽ പിടിക്കുക എന്നുള്ള വനംവകുപ്പിൻ്റെ ആ ഒരു തീരുമാനം അത് മാറ്റണമെന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ രാവിലെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടതാണ്. പക്ഷേ ഡോക്ടർ ഉൾപ്പെടെയുള്ള ടീം ഉണ്ടായിട്ടില്ല ഇവിടെ. അപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ തുടക്കത്തിൽ കാണുന്ന സന്ദർഭത്തിൽ തന്നെ അവരുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു നീക്കം നടക്കുന്നില്ല. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ പോയിട്ട് ദിവസങ്ങളായി. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനെ പിടിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ പുൽപ്പള്ളി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ്. ആ നിലയിലേക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും. അതിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. ജനങ്ങൾ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പിടിച്ചു മാറ്റാനുള്ള ഒരു നിലപാട് സ്വീകരിക്കണം. എല്ലാ സമയത്തും ഇപ്പോൾ റേഞ്ച് ഓഫീസർ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ DFOയും അതുപോലെ തന്നെ ബാക്കി ഡോക്ടർ ഉൾപ്പെടെയുള്ള മുഴുവൻ സന്നാഹങ്ങളും ഇവിടെ ഉണ്ടാവണം. മുഴുവൻ സമയമുണ്ടെങ്കിലേ നമുക്കിത് ക്യാച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനൊരു നിലപാട് സ്വീകരിക്കണം. ആ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. വനംവകുപ്പ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് വേഗത്തിൽ തന്നെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ എല്ലാവരും ഉന്നയിക്കുന്നത്. സംഭവ സ്ഥലത്തുണ്ട് സുർജിത്ത് അയ്യപ്പത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജനങ്ങളുടെ ആശങ്ക അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ അറിയിക്കുകയായിരുന്നു.